ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ട്രംപിന്റെ താരിഫിന് ശേഷം ട്രംപ് പല രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിച്ച ആ ഘട്ടത്തിൽ നമ്മൾ പലതിൽ നിന്നും ഇപ്പോൾ അതിജീവിച്ചു വരികയാണ്. അതിലൊന്നാണ് നമ്മുടെ ടെക് മേഖല എന്ന് പറയുന്നത്. ഈ ടെക് മേഖലയിൽ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ വളരെ രോഷാകുലനായി. ഞാൻ അത്രയ്ക്ക് രോഷാകുലനായിട്ട് 2014 ശേഷം മോദിയെ കാണുന്നത് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം. ഈ പഹൽഗാം ഭീകരാക്രമണം വരുമ്പോഴും നരേന്ദ്രമോദി രാജ്യത്ത് പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം വികാരാധീനനായി കണ്ടിട്ടുണ്ട്. കാരണം എന്റെ നാട്ടിലെ ജനങ്ങൾ മരിക്കുന്നു, അതിന് നമ്മൾ ഒരു തിരിച്ചടി നേരിടും. പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം റാലികളിൽ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ആക്രോശിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വികാരം പ്ലസ് ഒരു അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ടല്ലോ, നമ്മൾ ഒരാൾ സ്വാഭാവികമായിട്ട് ദേഷ്യപ്പെടുമ്പോഴും അദ്ദേഹം റാലിയിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നത് രണ്ടാണ്. രണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം ഇൻഡിപെൻഡൻസ് ഡേയുടെ അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു മോദി. ഫ്രസ്ട്രേഷനും എടുത്തുകൊണ്ട് പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ വേണം, നമ്മളത് വികസിപ്പിക്കണം, ആൾക്കാർ മുന്നിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈ എടുത്തൊരു വീശൊക്കെ അങ്ങോട്ട് വീശി. അപ്പൊ ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പുള്ളിക്കാരൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണല്ലോ. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പുള്ളി സെമി കണ്ടക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴും അങ്ങനെയായിരുന്നു. പുള്ളി പറഞ്ഞത് 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു, കാരണം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഇപ്പോ എന്നെ പോലുള്ള ആൾക്കാരാണ്, നരേന്ദ്രമോദിയോ. കാരണം രാജ്യത്തിനെ ഒരു ഭാഗത്ത് നിന്ന് വികസിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അതാടാ വരുന്ന സെമി കണ്ടക്ടറുകൾക്ക് ഒരു നിരോധനം, രാജ്യത്തില്ല സാധനം. അപ്പൊ പണ്ട് ഉള്ള ഭരണാധികാരികൾ ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണെങ്കിൽ നമുക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട, കാല് പിടിക്കേണ്ട, അവരുടെ ഡീൽ ഉണ്ടാക്കേണ്ട, പല കാര്യങ്ങളും നീക്കുപോക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെയും നരേന്ദ്രമോദി വളരെയധികം ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ മോദി ഈ ഒരു ആഹ്വാനം നടത്തിയ ശേഷം നമ്മൾ പിന്നീട് കാണുന്നത് ഗൂഗിൾ ഒന്ന് വരണ്ടു, മൊത്തത്തിൽ ഗൂഗിൾ ഒന്ന് വരണ്ടു. ഗൂഗിൾ വരണ്ടു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഗൂഗിളിന്റെ സുന്ദർ പിച്ചൈ നരേന്ദ്രമോദിയുമായിട്ടൊരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഗൂഗിൾ മാത്രമല്ല, ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ട്രംപിന്റെ എതിർപ്പ് വകവയ്ക്കാതെ ഇന്ത്യയിൽ വന്ന് വലിയ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ അമേരിക്കയ്ക്ക് പുറത്തുള്ള അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അത് ഇന്ത്യയിൽ നടത്താനായിട്ട് പോവുകയാണ്. ഒരുപക്ഷെ ഗൂഗിളിന്റെ ഏറ്റവും വലിയ ഓഫീസ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിശാഖപട്ടണത്തായിരിക്കും അതെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. 80,000 കോടി രൂപ നമ്മുടെ ഇന്ത്യയിൽ വന്ന് നിക്ഷേപിക്കാനുള്ള ഒരു നീക്കം ഗൂഗിൾ, 1 ലക്ഷം കോടിക്ക് ഒരു 20,000 കോടിയുടെ കുറവ്. അപ്പൊ ആ നീക്കം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിയുടെ ആ ഒരൊറ്റ ആഹ്വാനമാണ്. നമ്മൾ ലക്ഷദ്വീപിന്റെ കേസ് പറയുന്നത് പോലെ, ലക്ഷദ്വീപിൽ പോയി നരേന്ദ്രമോദി അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴാണ് മാൽദീവ്സിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ ഇടിഞ്ഞ് താഴെ പോയതെന്ന് പറയുന്നത് പോലെ, ഈ മോദി ആഹ്വാനം നടത്തിയ ശേഷം രാജ്യത്ത് ഒരു ടെക് യുദ്ധം തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. പല ആൾക്കാരും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ചില കമന്റുകൾ കണ്ടു. അതായത് നമുക്ക് മറ്റേ കടലിനടിയിലൂടെ മറ്റേ കേബിൾ ഇടണം, ഗൂഗിൾ ചെയ്തിരിക്കുന്നത് പോലെ മറ്റേ വാനത്തിന്റെ മുകളിൽ കൂടെ വിമാനം പറത്തണം, എങ്കിലൊക്കെ മാത്രമേ നമുക്ക് ഈ ടെക് രംഗത്ത് ഇത് ചെയ്യാനായിട്ട് പറ്റും. അതായത് 10 കൊല്ലം ആയുള്ളൂ മോദി വന്നിട്ട്, 60 കൊല്ലം കോൺഗ്രസ് ഇവിടെ ഭരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 5 കൊല്ലത്തിൽ അതിന്റെ ഇരട്ടിയുടെ മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ മോദി ആഹ്വാനം നടത്തിയിട്ട് ഇപ്പൊ സോഹോ എന്ന് പറയുന്ന ഒരു കമ്പനി രംഗത്ത് വരും. സോഹോ വലിയ രീതിയിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താരതമ്യേന ആ വളർച്ച. അപ്പൊ ആ സോഹോ വളരുമ്പോൾ ട്രംപ് ഈ H1B വിസ പിൻവലിക്കും എന്നുള്ളൊരു കാര്യം ഇനി ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഒരുപാട് ഇന്നോവേഷൻ ബൂം കിട്ടും. പോരാത്തതിന് ഒരുപാട് ടെക്നീഷ്യൻസിനെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ട്രംപ് ഈ അപകടം കണ്ടിട്ട് പറഞ്ഞു, ഇല്ല അത് ഞാൻ മരവിപ്പിച്ചു, തൽക്കാലത്തേക്ക് അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം എന്നുള്ള രീതിയിലേക്ക് ട്രംപ് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. ഇപ്പൊ സോഹോ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വാർത്ത, നമ്മുടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ സമ്പൂർണ്ണമായിട്ട് സോഹോ മെയിലിലേക്ക് മാറി. ഇനി ആഭ്യന്തരമന്ത്രിയെ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ സോഹോ മെയിലിൽ കണക്ട് ചെയ്യേണ്ടി വരും. അടുത്തൊരു വാർത്ത, അറാട്ടൈ വന്നു. വാട്സപ്പിന് പകരം അറാട്ടൈ എന്ന് പറഞ്ഞ ഒരു ആപ്പ് വന്നു. അപ്പൊ പല ആൾക്കാരും പുച്ഛിച്ചു, അറാട്ടയോ അതെന്താണ് ആ പേര് അറാട്ട? അതിന്റെ ലോഗോ തന്നെ വളരെ രസമാണ് കേട്ടോ. തമിഴിലെ ആയാണ് അറാട്ടയ്ക്ക് കൊടുത്തിരിക്കുന്ന ലോഗോ എന്ന് പറയുന്നത്. അറാട്ടൈ വന്നു. അപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചൈനയുടെ ഷാവോമി എന്ന് പറയാൻ ഒരു മടിയുമില്ല, നമ്മുടെ ഇന്ത്യയുടെ അറാട്ടൈ എന്ന് പറയാനാണ് നിങ്ങൾക്ക് മടി എന്ന് പറയുന്നത്. ആ വിവാദവും കെട്ടടങ്ങി. ഉല എന്ന് പറയുന്ന ഇന്ത്യൻ നിർമ്മിത സെർച്ച് എഞ്ചിൻ വന്നു. സോഹോ മെയിൽ വന്നു. ഏറ്റവും വലിയ ഇന്നോവേഷൻ എന്ന് പറയുന്നത് മാപ്പിൾസ് എന്ന് പറയുന്ന ആപ്പാണ്. ഗൂഗിൾ മാപ്പിന് പകരം നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്ന മാപ്പിൾസ് ആപ്പ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു ആപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്, മോസം. വിൻഡിക്ക് പകരം അവതരിപ്പിച്ചിരിക്കുകയാണ് മോസം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു മൊബൈൽ സ്ക്രീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ആപ്പുകൾ ഇങ്ങനെ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം, ഈ ചൈനയും അമേരിക്കയും തമ്മിൽ പല കാര്യത്തിൽ യുദ്ധം നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള യുദ്ധം ഈ ആൻഡ്രോയിഡും
ഹുവാവേ എന്ന് പറയുന്ന അവരുടെ ഒരു കമ്പനി ഉണ്ടല്ലോ, ഹുവാവേ. അതും തമ്മിലാണ് അവരുടെ പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്നത്. കാരണം ഈ യുവാവേ എന്ന് പറയുന്ന കമ്പനി വളരെയധികം അങ്ങ് വളർന്നുപോയി. ഒരു സമയത്ത് ഇന്ത്യയിൽ പോലും വളരെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. പിന്നെ പതുക്കെ പതുക്കെ മോദി വന്ന ശേഷമാണ് ചൈനയായിട്ട് ഉടക്കുണ്ടാക്കി യുവമാരെല്ലാം സമ്പൂർണ്ണമായിട്ട് ഓട്ടിച്ച് ചൈനയെ തന്നെ നമ്മൾ തിരിച്ചു കയറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളും അമേരിക്കൻ കമ്പനീസുമായിട്ട് ഒരു ടെക് വാറിന് അതിന്റെ ഒരു തുടക്കമാണോ നമ്മൾ ഇവിടെ കാണാനായിട്ട് പോകുന്നത്? ഗൂഗിൾ ഒന്ന് വരേണ്ടിട്ടുണ്ട്, എന്തായാലും ആ കാര്യത്തിൽ തർക്കമില്ല. പണ്ട് ഇവരൊന്നും നമ്മുടെ പരിധിക്ക് നിൽക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോ അവർ ഇങ്ങോട്ട് വന്ന് അവരുടെ വലിയ കമ്പനി തുടങ്ങാൻ പോകുന്നു. 80,000 കോടി രൂപ നിക്ഷേപിക്കാൻ പോകുന്നു. ഇനി അതിലും കൂടുതൽ ഞങ്ങൾ നിക്ഷേപിക്കാന്ന് പറഞ്ഞ് സുന്ദർ പിച്ചൈ വന്ന് നരേന്ദ്രമോദിയുടെ കാൽ കീഴിലിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് എങ്ങോട്ട് പോകുമെന്നാണ് തോന്നുന്നത്. നമ്മൾ പണ്ട്, ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കാനുള്ള ഒരു കാരണം, നമ്മൾ പണ്ട് ട്വിറ്റർ നമുക്കെതിരെ ഉടക്കുണ്ടാക്കി. കാരണം ട്വിറ്ററിനോട് നമ്മൾ പറഞ്ഞൂടെ, നിന്റെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും നമുക്ക് തരണം, അത് തരാതെ അകത്തേക്ക് കേറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ട്വിറ്റർ ഒന്ന് ബലം പിടിച്ചു. അതൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, അതൊക്കെ നമ്മുടെ അമേരിക്കൻ കമ്പനിയാണ്, അമേരിക്കയ്ക്ക് ഞങ്ങൾ കൊടുക്കും, നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല എന്ന് ട്വിറ്റർ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ആപ്പ് അവതരിപ്പിച്ചു. കൂ എന്ന് പറയുന്ന ആപ്പാണത്. കൂ, ഒരു കിളിയുടെ പടമുള്ള കൂ എന്ന്. എന്നിട്ട് എല്ലാവരും കൂയിലോട്ട് മൈഗ്രേറ്റും ചെയ്തു. അപ്പൊ ട്വിറ്റർ വഴങ്ങി. ട്വിറ്റർ എല്ലാ സംഭവവും നമുക്ക് തന്നിട്ട് ട്വിറ്റർ അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം കൂ എന്ന് പറയുന്ന ആപ്പ് വിസ്മൃതിയിലാണ്ടു. അപ്പൊ അതുപോലെ ഈ അമേരിക്കൻ കമ്പനികളെ ഒന്ന് പേടിപ്പിച്ചിട്ട് നമ്മൾ വിസ്മൃതിയിലാണ്ട് പോകാനുള്ള ഒരു നീക്കമാണോ ഈ സോഹോയുടേത്? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഒരു ടെക് വാർ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വരുമോ? അതെനിക്കൊരു ആശങ്കയുള്ള ഒരു കാര്യമാണ് കേട്ടോ. കൂ പോലെ ഇത് വിസ്മൃതിയിലാണ്ട് പോകുമെന്നുള്ളത് എന്ത് തോന്നുന്നു? കൂ പോയെന്നാരാ പറഞ്ഞത്? കൂ പോയിട്ടില്ല. കൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട്. പക്ഷെ ആ ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട്, അത് ഇപ്പോൾ വലിയ ആക്റ്റീവ് അല്ല. പക്ഷെ അവരുൾപ്പെടെ ചേർന്നിട്ടുള്ള 12 കമ്പനികളാണ് ഇപ്പോൾ ഈ മേപ്പിൾസ് എന്ന് പറയുന്ന നമ്മുടെ ആപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. 12ഓളം കമ്പനികളാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ആപ്പ്, അതായത് നാവിഗേഷൻ ആപ്പ്. ഈ നാവിഗേഷൻ ആപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ സാധാരണപ്പെട്ടവർ ചിന്തിക്കും, പിന്നെ നാവിഗേഷൻ ആപ്പ് കേട്ടിട്ട് എന്ത് പറയാൻ, എത്ര പേരാണ് ഈ നാവിഗേഷൻ നോക്കി യാത്ര ചെയ്യുന്നത്? പക്ഷെ ഇവിടെ അല്ല ഇതിന്റെ സാധ്യതകൾ നിൽക്കുന്നത്. നമ്മുടെ വാഹന ലോകത്തിൽ നിന്ന് നാവിഗേഷൻ ഇല്ലാതെ ഒരിഞ്ച് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. നമ്മുടെ വാഹനങ്ങളിലെല്ലാം ഉള്ളത് ഗൂഗിളിന്റെ ഒരു നാവിഗേഷൻ സിസ്റ്റമാണ്. അവിടേക്കാണ് പുതിയതായിട്ട് വരുന്ന മാപ്പ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ വരുന്നത്. ഇത് ഓഫ്ലൈനിലും വർക്ക് ചെയ്യും. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇത് പണ്ട് നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു. നമ്മുടെ വാഹനങ്ങളിലും ഇനി മുതൽ നമ്മൾക്ക് വരാൻ പോകുന്ന നമ്മുടെ ഹൈവേകളിൽ ഈ പിന്നെ എന്താണ് അതിന് പറയുന്ന ഉപഗ്രഹം വഴി ടോൾ പിരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അതായത് അതായത് ഇനിയിപ്പോൾ വാഹനങ്ങളൊന്നും ടോൾ ബൂത്തിൽ കിടന്നൊന്നും അറിയിക്കണ്ട. അതായത് ഫാസ്ടാഗ് പോലെ ഒരു സംവിധാനമാണ്. കാരണം അത് നേരത്തെ തന്നെ വന്നിരുന്നതാണ്. അപ്പൊ നമ്മൾ നമ്പർ പ്ലേറ്റിലാണ്, ഇതിന്റെ നമ്പർ പ്ലേറ്റിലാണോ ഗ്ലാസ്സിലാണോ എന്നറിയില്ല, വാഹനം ഓടിപ്പോയാൽ മതി. അപ്പം ഇത് എത്ര ദൂരമാണോ നമ്മൾ ഓടുന്നത് അത്രയും ദൂരത്തിന് ടാക്സ് കൊടുത്താൽ മതി. ഇത് വർക്ക് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. നെറ്റ്വർക്ക് ഇല്ല എന്ത് ചെയ്യുന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇവിടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഓഫ്ലൈനിൽ വർക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ ഇന്ത്യൻ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ റുപ്പിയ കാർഡ് കണക്കുള്ള സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അത് ഓഫ്ലൈനിൽ വർക്ക് ചെയ്യും. പൈസ ട്രാൻസാക്ഷൻ നടക്കും, ഓഫ്ലൈനിൽ നടക്കും. അതായത് നെറ്റ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, 98, 99 കാലഘട്ടങ്ങളിൽ, അതായത് 99 നമ്മൾ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് GPS നമുക്ക് തരാതിരുന്നുകൊണ്ട് നമുക്ക് പണിതൊരു രാജ്യമാണ് അമേരിക്ക. അന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യം, നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞു. അന്ന് നമ്മളെ സഹായിച്ചത് ഇസ്രായേലായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി കയറി 10 വർഷത്തിനകം നമ്മളിപ്പോൾ അങ്ങനെ ഒരു ആപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് 3D ജംഗ്ഷന്റെ വിഷ്വൽസ് കിട്ടും, അതുപോലെ സേഫ്റ്റി അലർട്ട് കിട്ടും, വാഹനത്തിന്റെ ഇൻഫോർടൈൻമെന്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഇന്ത്യയിൽ എന്തുമാത്രം വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്, എത്ര കമ്പനികൾ ഇറങ്ങുന്നുണ്ട്. അവിടത്തേക്ക് പോയാൽ തന്നെ ഇപ്പോ തുടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന മാപ്പ് മൈ ഇന്ത്യ അല്ലെങ്കിൽ മേപ്പിൾസ് എന്ന് പറയുന്ന ഈ നാവിഗേഷൻ ആപ്പിന് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. 12 കമ്പനിയാണ്. അതിനകത്ത് നേരത്തെ ധനുഷ് സൂചിപ്പിച്ച കൂ എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അവരും ഉൾപ്പെടെയാണ്. അവരുടെയും കൂടെ ഇത് ഒരുപാട് കമ്പനികൾ ജോയിൻ ചെയ്തോണ്ടാണ് ഇവര്. ശരിക്കും പറഞ്ഞാൽ ഇത് ഗൂഗിളിന്റെ ഇയാള് ഇന്ത്യയെ പഠിച്ച് അമേരിക്കയിൽ വർക്ക് ചെയ്ത് വീണ്ടും അത് ഇന്ത്യയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ഒരു നേതൃസ്ഥാനത്ത് വഹിക്കുന്നത്. ഇതിനകത്ത് അദാനിയുടെ കമ്പനിയുണ്ട്, അങ്ങനെ വമ്പന്മാരുടെ കമ്പനികളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് ഓരോരോ പാർട്ടികൾ ചെയ്യുന്നത്. ഇവർ പുതിയതായിട്ട് ചെയ്യുന്നത്, ഇനിയും ഒരുപാട് കമ്പനികൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗ്രാമാന്തരങ്ങളില് ഡേറ്റ കളക്ട് ചെയ്യുക. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഇറങ്ങുന്ന ഗൂഗിൾ ആപ്പിന്റെ ഒരു വലിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ തിരുവനന്തപുരത്തായാലോ അല്ലെങ്കിൽ കൊല്ലത്തായാലോ ഒക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഊട് വഴികളോ അല്ലെങ്കിൽ മറ്റുള്ള വഴികളോ മറ്റു സ്ഥലങ്ങളോ കൃത്യമായിട്ട് ഗൂഗിളിന് നമുക്ക് തരാൻ കഴിയത്തില്ല. പക്ഷെ ഈ മേപ്പിൾ എന്ന് പറയുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ഗ്രാമാന്തരങ്ങളും വാർഡും ബൂത്തും വരെ കൃത്യമായി വരും. അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ എല്ലാ ഗ്രാമങ്ങളിലും ഞങ്ങളുടെ ഹബ്ബുകൾ, അതായത് ഞങ്ങളുടെ ഡേറ്റ കളക്ഷൻ സെന്ററുകൾ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ അതിനകത്ത് ഒരു തൊഴിലവസരം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ ഉദാഹരണം വെഞ്ഞാറമ്മൂട്, ഇല്ലെന്നുണ്ടെങ്കിൽ പാളയം,
ആ ഭാഗത്ത് ഇവരുടെ ഒരു ഡാറ്റാ സെന്ററിന്റെ ഒരാളെ അവിടെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അയാൾ പോയി കളക്ട് ചെയ്തിട്ട് അവിടുത്തെ ചെറിയ വഴിയും ചെറിയ കാര്യങ്ങളും ചെറിയ ദൂരവും ഇതെല്ലാം ആ ഒരു ഡാറ്റ കളക്ഷൻ വഴി കിട്ടും. അങ്ങനെ ഇന്ത്യയിൽ എത്രയോ ഗ്രാമങ്ങളുണ്ട്. അങ്ങനെ ഫുള്ളി ഇന്ത്യ. അതായത് ഇപ്പോൾ മാരുതി കമ്പനി, ടാറ്റയും വരുന്നു കേൾക്കുന്നു, മാരുതി കമ്പനി മുമ്പ് അനൗൺസ് ചെയ്തിരുന്നു 3 വർഷം മുമ്പ്. അവർ പറഞ്ഞത് ഞങ്ങൾ അഡാസ് എന്ന് പറയുന്ന ഫോറിൻ അഡാസ് ആയിരിക്കില്ല, ഇന്ത്യൻ അഡാസ് ആണ്. മറ്റൊന്ന് ഞങ്ങളുടെ നാവിഗേഷൻ ഇന്ത്യൻ നാവിഗേഷനാണ്. ഇതുമായി അത് കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റോഡുകൾ എന്ന് പറഞ്ഞ ഗ്രാമങ്ങളിലൂടെ ആണ് കൂടുതലും കടന്നു പോകുന്ന റോഡുകളുണ്ട്. പശു പട്ടം ചാടും, അതുപോലെ തന്നെ റോഡിൽ കുഴിയുണ്ടാകും, കുണ്ടുണ്ടാകും, ബമ്പുണ്ടാകും, അപ്പോൾ വഴി തന്നെ കാണത്തില്ല. ഇതെല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു അഡാസ് സേഫ്റ്റി സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വാഹനത്തിൽ അത് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവരുടെ ഇപ്പോൾ പുതിയൊരു വാഹനം ഇറങ്ങുന്നുണ്ട്, ഇലക്ട്രിക്കൽ വാഹനം. ഇനി അതിനകത്തുണ്ടോ എന്നറിയില്ല, അതിന്റെ ഡീറ്റെയിൽസുകളൊന്നും പുറത്ത് വിട്ടിട്ടില്ല അവർ. ആ അഡാസ് ഇതാണോ എന്നറിയില്ല. മാരുതിയാണ് അത് പ്രഖ്യാപിച്ചത്. പക്ഷെ മാരുതി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ ടാറ്റ അടങ്ങിയിരിക്കില്ല. അവരെന്തായാലും അത്തരത്തിൽ ഒരെണ്ണം വരും. അപ്പൊ ഇന്ത്യൻ അഡാസിലേക്ക് അത് പോകുന്നു. കാരണം ഇപ്പോൾ ഉള്ള അഡാസ് വർക്ക് ചെയ്യുന്നതൊക്കെ പുറത്ത് യൂറോപ്യൻ കമ്പനികളുടെ ആ ഒരു മെഷർമെന്റും രീതികളും അനുസരിച്ചിട്ടാണ് പോകുന്നത്. അതായത് നിരത്തിലൂടെ പോകുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷെ ഉൾഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ അത് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. ഇത് നമ്മൾ കണ്ടിട്ടില്ലേ പരസ്യം, മഹീന്ദ്രയുടെയൊക്കെ പരസ്യം കാണിക്കുമ്പോൾ ഒരു ഗ്രൗണ്ടിലിട്ട് കാർ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേനും അവിടെ പശുവിനെ കൊണ്ട് നിർത്തുന്നു. പശുവിന്റെ ഒരു ഡെമ്മി അവിടെ കൊണ്ട് നിർത്തി ഈ കാർ വന്ന് അവിടെ വന്ന് നിൽക്കുന്ന കണ്ടിട്ടില്ലേ ഈ പശുവിന്റെ അടുത്ത് വരുമ്പോഴത്തേനും. അതിന് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള, കാരണം വന്യമൃഗങ്ങൾ ഒരുപാട് നമ്മുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകും. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഈ മേപ്പിൾ എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോൾ അത് വലിയൊരു ബൂമിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇനി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഈ ട്രംപിന്റെ താരിഫൊക്കെ വന്നപ്പോൾ പലരും പറഞ്ഞില്ലേ, യൂട്യൂബിൽ നിന്ന് ഇറങ്ങിപ്പോടാ, നീയൊക്കെ എന്തിനാ സായിപ്പിന്? നമ്മളല്ല, സായിപ്പ് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്നാ മതി. ഓർമ്മയുണ്ടോ അത്? പലരും ഒന്ന് കമന്റ് ഇടുവായിരുന്നു. അവർക്ക് വിവരമില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം യൂട്യൂബില് 49.1 കോടി സബ്സ്ക്രൈബേഴ്സ് ആണ് ഇന്ത്യയിലുള്ളത്. 49 കോടി ജനമാണ് യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സ്. അവരുടെ വരുമാനം 2025 ഇതുവരെ ഉള്ള അവരുടെ വരുമാനം 14,300 കോടി രൂപയാണ്. ഈ 49,000 കസ്റ്റമേഴ്സിനെ കൊണ്ട് യൂട്യൂബിന്റെ കമ്പനി, അത് ഗൂഗിളിന്റെ ആണല്ലോ, അവർക്ക് ലഭിച്ചത്. ഇനി ജിമെയിലിൽ എത്ര യൂസേഴ്സ് ഉണ്ടെന്ന് അറിയാവോ? ഇന്ത്യയിൽ 2.5 ബില്യൺ യൂസേഴ്സ് ആണുള്ളത്. അവരൊരു പകുതി പേര് സോഹോ മെയിലിലേക്ക് മാറിയാൽ എന്ത് സംഭവിക്കും? ജിമെയിലിന് നഷ്ടം വരുമോ ലാഭം വരുമോ? നഷ്ടം തന്നെ വരും. നേരത്തെ ധനുഷ് പറഞ്ഞ കണക്ക് ഇന്ത്യ വളരെ കാലമായിട്ട് ഈ കമ്പനികളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുടെ ഡേറ്റാസ് നിങ്ങൾ മറ്റുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ സൂക്ഷിക്കുന്നു. അത് പറ്റില്ല, ഞങ്ങളുടെ രാജ്യത്ത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴെന്തു പറ്റി? അവരിപ്പോൾ സൂക്ഷിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നു. കാരണം യൂട്യൂബ് ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഡേറ്റാസ് ഇവിടെ സൂക്ഷിക്കണം, ഡേറ്റാസ് സർക്കാരിന് കൈമാറണം. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ക്രൈമും മറ്റുമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പോലീസും ഒക്കെ, നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പം ഗൂഗിളിനെയും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർക്ക് അവർ ഡേറ്റ കൊടുക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അവരവിടെ ചവിട്ടുപറ്റിട്ടെ പിന്നെ ഞങ്ങൾ അമേരിക്കൻ കമ്പനിയാണ്, ഞങ്ങൾക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പൊ മോദി എന്താ ചെയ്തത്? 4% ടാക്സ് ആണ് ഗൂഗിളിന് അടിച്ചു കൊടുത്തത്. ഗൂഗിൾ പറഞ്ഞത് പറ്റില്ല, ഞങ്ങൾ അമേരിക്കൻ കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പോ അന്താരാഷ്ട്ര കോടതി പോയി. അന്താരാഷ്ട്ര കോടതി പോയപ്പോൾ കോടതി പറഞ്ഞു അത് എങ്ങനെ ശരിയാകും? ഇപ്പൊ ഇന്ത്യ പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്തെ ആൾക്കാരുടെ പണം നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ, അപ്പൊ അതിന് ടാക്സ് തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ പൊട്ടിക്കെടുക്കേണ്ട പൊക്കോ എന്ന് പറഞ്ഞു. കാരണം ഏറ്റവും വലിയ വിപണിയായിരിക്കേണ്ടത് ചൈനയിൽ ഇവർക്ക് പ്രവേശനമേ ഇല്ല, പിന്നെയുള്ള വിപണി ഇന്ത്യയാണ്. അവിടെ ഇതാണ് അവസ്ഥ. അപ്പൊ എന്ത് പറ്റി? ഗൂഗിൾ പടുക്കി. ഗൂഗിളാണ് ആദ്യം ഒപ്പിട്ടത്. ഈ നിയമം കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറൊക്കെ ഇരുന്നൊരു മന്ത്രിസഭയുണ്ടോ 2019 രണ്ടാം മന്ത്രിസഭയുണ്ട്. നമ്മുടെ ഈ ഇപ്പോഴത്തെ BJP അധ്യക്ഷൻ ആദിത്യ ചന്ദ്രശേഖർ, അശ്വിനി വൈഷ്ണവ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ. അതിന് തൊട്ട് മുമ്പ് എനിക്കൊന്ന് അനുരാഗ് താക്കൂർ ഒക്കെ ഉള്ള ഒരു അത് തുടക്കത്തിലുള്ള ഇതായിരുന്നു. അപ്പൊ അങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററി നിൽക്കുന്ന സമയം ഈ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇനി അടുത്ത വമ്പനും ഇവിടെ എത്തി, ആമസോൺ എത്തി. ആമസോൺ 2024 ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ കച്ചവടം 25,406 കോടിയായിരുന്നു. 2023 എത്തായിരുന്നത് 22,000 കടന്നിടത്തുനിന്നാണ് 24,000, അതായത് 25,000 കോടിയിലേക്ക് അവർ എത്തിയത്. അപ്പോൾ അവർക്കും ഇവിടെ തുടങ്ങുകയാണ്. അവരിവിടെ തുടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഫ്ലിപ്കാർട്ട് കണക്കുള്ള കമ്പനികളെ വാങ്ങിയിട്ട് അങ്ങനെയും ഒരു ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇവിടെ വരികയാണ്. ഈ കമ്പനികൾ വരുന്നു എന്ന് പറയുമ്പോൾ അത്തരം തൊഴിലവസരങ്ങൾ കൂടി ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ത്യ ഈ ടെക്നിക്കലി വളരുമ്പോൾ, ഇപ്പൊ റഷ്യ ഓൾറെഡി അവരുടെ ഒരു ഇതുപോലുള്ള സംവിധാനം, സോഷ്യൽ മീഡിയ സംവിധാനം അവർ വളർത്തിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ചൈന ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഇന്ത്യ കൂടി ആ മേഖലയിലേക്ക് വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവർക്ക് തട്ട് കിട്ടും. അതാണ് ആ കുറച്ച് ദിവസമൊക്കെ കമന്റ് വന്നുള്ളൂ, ജിമെയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സുഡാപ്പികളോട് ചോദിക്കാം, കാരണം അവർക്ക് ഉത്തരം കിട്ടത്തില്ല. പക്ഷെ ഇന്ത്യക്ക് ഉത്തരവുണ്ട്. ജിമെയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സോഹോ ഉണ്ട്, സോഹോ മെയിൽ ഉണ്ട്. ഇനി യൂട്യൂബ് വേണമെന്നില്ല.
ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇപ്പൊ വരുന്നുണ്ട്, ഇവരുടെ അലിബാബയൊക്കെ വരുന്നു ഞാൻ അറിഞ്ഞു, ടിക്ടോക്കിന്റെ. അവര് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ ചീട്ട് കയറും. ഇപ്പൊ അപ്പൊ എന്ത് പറ്റുന്നു, ഈ ഗൂഗിൾ കണക്കുള്ള കമ്പനികൾ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ വരിക, ഇന്ത്യയിൽ ഭാവിയിൽ അവർ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭാവിയിൽ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം ഈ പറയുന്ന ടീമുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ടെക് ഭീമന്മാരുമായിട്ട് അവർ കൈകോർക്കും. അവർ കൈകോർത്ത് മുമ്പോട്ട് പോകുള്ളൂ. ഞാൻ ഒറ്റ കാര്യം സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഒരു മുതലാളി ഇല്ലെങ്കിൽ പിന്നെ ഒരു പൈസ മുടക്കുന്നവൻ, ആ വ്യക്തിക്ക് ലാഭമാണോ വേണ്ടത്, അതോ അവിടുത്തെ ഭരണാധികാരികളുടെ തുള്ളുന്നത് താളത്തിനൊപ്പമാണോ തുള്ളുന്നത്? അല്ല, ഒരു ബിസിനസ്സുകാരൻ അവൻ എപ്പോഴും ലാഭത്തിന് വേണ്ടി തന്നെ നിലകൊള്ളുന്നുള്ളൂ. അവൻ ഇന്ത്യ ആയാലും ചൈന ആയാലും ഒക്കെ അവൻ ലാഭത്തിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. എന്തുകൊണ്ടാണ് ചൈനയിൽ നിന്ന് ഈ അവിടുത്തെ വിദേശ കമ്പനികളിൽ അവിടെ നിർത്തി ഇന്ത്യയിലോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് വരട്ടിയതുകൊണ്ടൊന്നും അല്ല അവർ നിർത്തിയത്. അവർ നിർത്താനുള്ള കാരണം മറ്റേ ആ കോവിഡ് വന്നു, അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ അവർക്ക് തന്നെ തോന്നി അവരുടെ ടെക്നോളജികളും മറ്റുമൊക്കെ ചൈന ചോർത്തുന്നു എന്ന് തോന്നിയതും കൊണ്ടാണ് വന്നത്. ഇതൊരു വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2024 നമ്മുടെ ഈ ജിമെയിലിൽ നിന്നും മറ്റേ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം 84.1 ബില്യൺ ആയിരുന്നു. അതായത് 2024 അവസാന പാദത്തെ കണക്കാണ് ഈ പറഞ്ഞത്. ഫസ്റ്റ് ക്വാർട്ടറിൽ 2025 77.3 ബില്യൺ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഈ ടീമുകളെല്ലാം കൂടെ, ഈ ഗൂഗിൾ എന്ന് പറയുന്ന ടീമുകൾ. ഇത് ചെറിയൊരു തുകയല്ല. അവരുടെ ഇപ്പം നമ്മളിപ്പോ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് തുച്ഛമായൊരു തുകയാണ്, പിന്നെ നീയൊക്കെ എവിടെ നിന്നാണ് വലിയ പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചാറ്റ് ജിപിടി പറയാം അതാണ് ഇതാണെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഏറ്റവും വലിയ യൂസേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കും, 140 കോടി ജനമുള്ള ഇന്ത്യയിൽ ഏതാണ്ട് 50 കോടി പേര് യൂട്യൂബിന്റെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ആണ്. 2.5 ബില്യൺ ജിമെയിലിന്റെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ആണ്. ഒപ്പം തന്നെ ബാക്കിയുള്ള മെറ്റ അടക്കമുള്ളത് മറ്റൊരു തരത്തിലേക്ക് കണക്കൂട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ പോകും. മെറ്റയെ ഒതുക്കി കെട്ടിയത് എങ്ങനെയായിരുന്നു? ടിക്ടോക്ക് ഇവിടെ വന്നു. ടിക്ടോക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടെ ടിക്ടോക്കിലേക്ക് കയറി പോയപ്പോഴത്തേനും മെറ്റയും ഫേസ്ബുക്കും അമ്പയെ പരാജയപ്പെട്ട് താറുമാറായി താഴെ പോയി. അതിനുശേഷം മോദി ടിക്ടോക്ക് നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഫേസ്ബുക്ക് ഒരു സ്വപ്നമായി മാറിയാണ്. കാരണം പുതുതലമുറയ്ക്ക് ഫേസ്ബുക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അവര് വേറെയൊക്കെ പോകുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ ഇനി വരുന്നു അവരുടെ ഗുരുഗ്രാമിൽ ടിക്ടോക്ക് അവരുടെ പുതിയ കമ്പനി ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കുകയാണ്. അവർ കമ്പനി ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ കമ്പനിയുമായി തന്നെ യോജിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുണം എന്താണ്? വലിയ രീതിയിൽ തന്നെ ഒരു ബൂമിങ്ങിലേക്ക് അത് മാറും. ഇനി ഈ പറയുന്ന മേപ്പിൾ ഇനിയിപ്പോ ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ എടുക്കും. ഇപ്പോൾ തന്നെ ഞാൻ ഇന്നലെ ഞാൻ ഒരു കാറിന്റെ റിവ്യൂ ഉണ്ട്. ആ കാറിന്റെ റിവ്യൂവിനകത്ത് ഈ നാവിഗേഷൻ പറയുന്ന ആ ഒരു സഹായിയുണ്ട്, നമ്മുടെ AI ഹെൽപ്പ് ഉണ്ട്. ആ ഹെൽപ്പ് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ആ ഒരു യുവതിയുടെ സൗണ്ടാണ്. അപ്പൊ ചോദിക്കുന്നത് ഏറ്റവും അടുത്തുള്ള റെസ്റ്റോറന്റ്, അപ്പൊ മലയാളത്തിലാണ് പറയുന്നത്. അപ്പം അങ്ങനെ പ്രാദേശിക ഭാഷകളിൽ കൊടുക്കാനും പ്രാദേശികമായുള്ള റൂട്ട് അടക്കം വഴിയടക്കം കുണ്ടും കുഴിയും അടക്കം കൊടുക്കാൻ കഴിയുന്ന ഒരു നാവിഗേഷൻ ഉള്ളപ്പോൾ എന്തിനാണ് ബാക്കിയുള്ള നാവിഗേഷൻ നമ്മൾ വാങ്ങുന്നത്? ഇന്ന് എത്രയോ നാളുകൾ ഈ നരേന്ദ്രമോദി കയറിയതിനു ശേഷം വലിയ രീതിയിൽ തന്നെ സൈന്യത്തിനിടയിൽ ഈ നാവിഗേഷൻ അടക്കമുള്ള സിസ്റ്റങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അമേരിക്കയുടെ GPS നോക്കിയിരിക്കാറില്ല, അതുപോലെ തന്നെ അമേരിക്കയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കി എടുക്കാറില്ല. പക്ഷെ നമ്മളുമായിട്ടൊരു കരാറുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകാറുണ്ട്. കാരണം അതാ ഞാൻ പറഞ്ഞത്, ഈ അമേരിക്കയുടെ പിടി എല്ലാ ഭാഗത്തു നിന്നും അയയുന്നൊരു കാഴ്ചയാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇത് ഇങ്ങനെയാണ് ലോകം. ലോകം അങ്ങനെയാണ്. ഒരു കാലത്തും ഒരാൾക്കും സൂപ്പർ ഹീറോ ആയിരിക്കാൻ പറ്റില്ല. ഒരാൾ ഹീറോ ആയിരുന്ന കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത ആളിട്ടിറങ്ങും, അടുത്ത ആൾ വരും. അങ്ങനെയാണ് ലോകക്രമവും മനുഷ്യന്റെ ക്രമവും എല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഉള്ള കാലം മുഴുവൻ ആരും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അപ്പൊ അത് കാലഘട്ടം മാറും. മോദി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, AI കാലഘട്ടത്തിൽ ഇന്ത്യ ആയിരിക്കും, ഭാരതമായിരിക്കും ഇതിന്റെ ഒരു ഹബ്ബായി മാറുന്ന, ഇതിന്റെ ഒരു നമ്മൾ ലോകത്തിന്റെ ഫാർമസി ആണെങ്കിൽ ഇതിന്റെ ഒരു കേന്ദ്രമായി ഇത് നമ്മൾ മാറുകയാണ്. കാരണം അനവധി സ്റ്റാർട്ടപ്പുകളുണ്ട് AI ഒക്കെ. ഇപ്പൊ ഈ ഗൂഗിൾ വന്നിരിക്കുന്നത് 4-5 കമ്പനികൾ നമ്മളുമായിട്ട്, നമ്മുടെ ഇവിടുത്തെ കമ്പനികളുമായി ചേർന്ന് AI ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. ടിക്ടോക്കും സമാനമായ ചിന്താഗതിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ മുന്നേറ്റം മോദി ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് തന്നെ ഇതിനൊക്കെ ഉള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടക്കം കുറിച്ചൊരു 50 അത് കണ്ടിട്ടില്ല. ഈ BJPയുടെ മന്ത്രിമാരൊക്കെ, കേന്ദ്രമന്ത്രിമാരൊക്കെ ഉണ്ട്, അവരെന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തുകയാണെങ്കിൽ അതിന്റെ പണി ഏകദേശം തീർത്ത് വെച്ചിട്ടായിരിക്കും അവർ ആ പണിക്ക് ഇറങ്ങത്തുള്ളൂ. കുറച്ചാൾക്ക് മുമ്പ് നമ്മുടെ അതിന് മിടുക്കൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗഡ്കരിയാണ്. കുറച്ചാൾക്ക് മുമ്പ് ഇത് ഗഡ്കരി ഡൽഹിയിൽ ഈ ഹൈഡ്രജൻ കാറുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും ചോദിച്ചു ഹൈഡ്രജൻ കാർ എപ്പോൾ വരും, എങ്ങനെ വരുമെന്നൊക്കെ ചോദിച്ചു. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നത് ഈ ഒരു ഹൈഡ്രജൻ കാറിലാവുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ 2 വർഷമായിട്ട് ഈ കാറാണ് ഉപയോഗിക്കുന്നത്, അത് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നു ഹൈഡ്രജൻ ട്രെയിൻ നമ്മൾ ഓടുകയാണ്. അപ്പൊ എന്ത് നമ്മൾ ഈ മന്ത്രിമാർ അനൗൺസ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചോണം, ഈ മന്ത്രിമാര് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ അറിയണം, നമ്മൾ അതൊക്കെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് വെറും 77 എയർപോർട്ടാണ് ധനുഷ്. ഇന്ന് 148 എയർപോർട്ട് ഉണ്ട്. 148 ഉണ്ട്. എയർ സ്ട്രിപ്പുകളെ ഞാൻ കൂട്ടിയിട്ടില്ല. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എയർ സ്ട്രിപ്പുകളും UP-യിലെ ആ എക്സ്പ്രസ് ഹൈവേയിൽ ഇറങ്ങാനുള്ള എയർ സ്ട്രിപ്പുകളും അടക്കമുള്ളത് കൂട്ടിയിട്ടില്ല ഞാൻ.
140 ഡബിളാണ് 10 വർഷം കൊണ്ടായത്. 60 വർഷം കൊണ്ട് നമുക്കുണ്ടായ എയർപോർട്ടുകളുടെ എണ്ണം 77. നരേന്ദ്രമോദി കയറി 2014 തൊട്ട് 24 വരെ ഉണ്ടായത് 140. അപ്പൊ ഏതാണ്ട് ഡബിളല്ല, ഡബിളും കഴിഞ്ഞ് ഒരു 8 എണ്ണം കൂടെ കൂടുതലായിട്ടുണ്ട്. അപ്പം ചുമ്മാതാണോ മോദിയെ നമ്മൾ കയറ്റിവിടുന്നത്? എന്താ ഇതിനെക്കുറിച്ച് മിണ്ടില്ല കോൺഗ്രസ്സുകാര്, ഇതിനെക്കുറിച്ച് പ്രതിപക്ഷം മിണ്ടില്ല, ഇവിടുത്തെ വികസനത്തെ കുറിച്ച്. അവര് മോദി മോദി BJP ഗർഭിണി ശൂലം പിന്നെ അത് ഇതെന്നൊക്കെ പറയുന്നല്ലാതെ, സംഘപരിവാർ എന്നൊക്കെ പറയുന്നല്ലാതെ വേറെ കാര്യമില്ല. ഇവരെ ഉള്ളതും ചിന്തിക്കും, ശരിയാണല്ലോ, മുമ്പ് 77 എയർപോർട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നിപ്പോ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ എയർപോർട്ടിൽ പോകും. നമ്മുടെ കേരളത്തില് സ്ഥലങ്ങളും മറ്റും കിട്ടാഞ്ഞുണ്ടാ ഇല്ല, മുക്കിന് പിണറായി എയർപോർട്ട് പണിത് തന്നെ. കാരണം വെച്ചാൽ ലാഭമുള്ള പരിപാടിയാണ് അത്. എരുമേലിൽ ഒരെണ്ണം വരുന്നു എന്ന് പറയുന്നു, ശബരിമല അവിടുത്തെ ഒരെണ്ണം ചർച്ചയിൽ കിടക്കുന്നു. പറയട്ടെ, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എന്തുകൊണ്ടാണ് ഇത്ര എയർപോർട്ടുകൾ ഇന്ത്യയിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഭാവി വരാൻ പോകുന്ന ഒരു വലിയ ട്രാവലിംഗിന്റെ ഒരു എയർ ടാക്സികളായിരിക്കും. ഇപ്പൊ പല രാജ്യങ്ങളും എയർ ടാക്സികൾ തുടങ്ങി കഴിഞ്ഞിരിക്കും. ഇനി എയർ ടാക്സികളുടെ ആയിരിക്കും. അതായത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് പോകണമെങ്കിലോ കൊല്ലത്ത് നിന്ന് മറ്റെവിടെങ്കിലും പോകണമെങ്കിലോ എയർ ടാക്സി ആണ്. ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന ലുലുവിന്റെ മുതലാളിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രവി പിള്ളയും ഒക്കെ ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അതിന് സാധാരണക്കാർ കൂടെ പ്രാപ്തമാക്കുന്ന രീതിയിൽ ഉള്ള സംവിധാനത്തിലേക്ക് വരും. ചെലവ് കുറഞ്ഞുള്ള രീതിയിലുള്ള ഇന്ധനങ്ങളും മറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പറക്കുന്ന രീതിയിൽ. അപ്പം അതിന് മാക്സിമം നമുക്ക് എയർപോർട്ടുകൾ വേണം. അപ്പൊ അതാണ് പണിത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ യുദ്ധവിമാനങ്ങൾ UP-യുടെ ആ എക്സ്പ്രസ് ഹൈവേയിൽ ഇറങ്ങി അവിടെ നടത്തുന്ന അഭ്യാസങ്ങൾ, പഞ്ചാബിന്റെ ബോർഡറിലെല്ലാം റോഡിലാണ് നമ്മുടെ യുദ്ധവിമാനങ്ങൾ വന്ന് ലാൻഡ് ചെയ്ത് പൊങ്ങിപ്പറന്നത്. അന്നൊക്കെ അവർ ഇത് നടത്തിയിരുന്നല്ലോ, ഒരു വ്യോമ അഭ്യാസം നമ്മൾ നടത്തിയിരുന്നു സിന്ദൂർ അടിക്കുന്നതിന് തൊട്ട് മുമ്പ്, പാകിസ്ഥാനെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ നിന്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ടാണ് ഈ അടിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വന്നിട്ടുള്ള രാജ്യമാണ്. അതിപ്പം നമ്മൾ എല്ലാവരും, നമ്മുടെ ജനം എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യം, നമുക്ക് സ്വന്തമായിട്ട് GPS വേണം, നമുക്ക് സ്വന്തമായിട്ട് ഒരു സോഷ്യൽ മീഡിയ വേണം. ഏതായാലും നമ്മൾ അതിലേക്ക് എത്തിയിരിക്കുന്നു. അത് അരാട്ടയായാലും സോഹോമയിലായാലും ഇപ്പോൾ പറയുന്ന മാപ്പ് മൈ ഇന്ത്യ മേപ്പിൾസ് നല്ല ആപ്പാണ് കേട്ടോ. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ആപ്പാണ്. പിന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയ കണ്ട നല്ല പോസ്റ്റ് ഉണ്ട്. അത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു പോസ്റ്റാണത്. അതായത് ഇന്ത്യൻ ആപ്പുകൾ മാത്രം നിറഞ്ഞ ഫോണിന്റെ ഒരു ഡിസ്പ്ലേ, ഒരു ഡെസ്ക്ടോപ്പ്. അത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ മുമ്പൊക്കെ നമുക്ക് സ്വപ്നം പോലും ഇല്ല. പലരുടെയും ഫോണിന്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ ഡെസ്ക്ടോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിള്, ഫേസ്ബുക്ക്, യൂട്യൂബ്, അത് ഇതൊക്കെ കിടക്കും, ഇൻസ്റ്റാഗ്രാം ഒക്കെ. പക്ഷെ ഇപ്പൊ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സോഹോ കാണാം, മേപ്പിള് കാണാം, എന്താണ് മറ്റേ എല്ലാം ഇങ്ങനെ ഇന്ത്യൻ ആപ്പുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുള്ള. കാരണം നമ്മുടെ രാജ്യത്തുള്ളവരെ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് നമ്മൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഇത് പലർക്കും അറിവുണ്ടാകില്ല, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും പലരും ചോദിക്കും, വേണമെങ്കിൽ ചിലപ്പോൾ അറിവില്ലാത്തവർ പറയും, അമേരിക്കയുടെ നാവിഗേഷൻ ഇല്ലെങ്കിൽ കാർ എങ്ങനെ ഓടും, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ ആ നാവിഗേഷൻ നമുക്ക് വേണ്ട. അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് 3D ഇമാജിനാണ് ഇതിനകത്ത് വരുന്നത്. അത് തോന്നുന്നു. പക്ഷെ ഇത് വാഹന വിപണിയിലേക്ക് വരും. ഇനി ഒരുപക്ഷെ ഭാവിയിൽ കേന്ദ്ര സർക്കാർ പറയുകയാണ്, ഇന്ത്യൻ നിർമ്മിക്കുന്ന വാഹനങ്ങളൊക്കെ ഇന്ത്യയുടെ തന്നെ ഈ സോഫ്റ്റ്വെയർ മതി എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? കാരണം മുമ്പ് ഒരു തെറ്റിദ്ധാരണയാണോ ഏതാണെന്ന് എനിക്കറിയില്ല. മുമ്പ് എല്ലാവരും പറയും ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഇതെല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് വാഹനങ്ങൾ, ഇലക്ട്രിക്കൽ വാഹനങ്ങളുമാണ്. ഇലക്ട്രിക്കൽ അല്ല, ഈ നമ്മുടെ പറയുന്ന എന്താണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റങ്ങൾ എല്ലാം തന്നെ പുറത്തുനിന്ന് വരുന്ന ഇതാണല്ലോ. അപ്പൊ നാളെ നമ്മളെ അപകടത്തിൽപ്പെടുത്താനും അമേരിക്കയിലിരിക്കുന്ന സായിപ്പിന് കഴിയും. കാരണം ഇതിനകത്ത് ചില തെറ്റുകുറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ വണ്ടി അപകടത്തിലോ ഇല്ലെങ്കിൽ നാവിഗേഷൻ തെറ്റിച്ച് വിട്ട് കഴിഞ്ഞാൽ കൊക്കയിലോ വീഴില്ല എന്നൊക്കെ എല്ലാവരും ചോദിക്കും. ഇന്നിനിപ്പോ ആ ടെൻഷൻ വേണ്ട, മേപ്പിളുണ്ട്. അതായത് കൃത്യമായി ഇന്ത്യയിലെ വിവരങ്ങൾ, അതായത് ലോകത്തെ എല്ലാ വിവരങ്ങളും അവർ അവകാശപ്പെടുന്നില്ല, ഇന്ത്യയിൽ A to Z. അതായത് ഗൂഗിളിൽ എന്തുകൊണ്ടാണ് മേപ്പിൾസ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു മേഖലയല്ല. പിന്നെ ഇതിനൊക്കെ അഭിനന്ദിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്, അവരുടെ മന്ത്രിമാരെയാണ്. സോഹോ മെയിലിന് അഡ്വർടൈസ്മെന്റ് കൊടുത്തത് നമ്മുടെ ശ്രീമാൻ അമിത്ഷാ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെ amitshah.bjp@sohomail.com എന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മേപ്പിൾസിന് വലിയ ആഡ് കൊടുത്തത് ആരാന്ന് വെച്ചാൽ നമ്മുടെ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഇതാണ് സ്ഥിരമായി ഉപയോഗിക്കുന്നത്. അതിനുശേഷമാണ് പലരും ഈ മേപ്പിളിലേക്ക് പോകുന്നത്. ആരാട്ടയെക്കുറിച്ചും വലിയ രീതിയിൽ തന്നെ ഇങ്ങനെ ചർച്ചയായി മാറും. അതായത് നമ്മുടെ മന്ത്രിമാർ തന്നെ രംഗത്തെത്തിക്കൊണ്ട്, സാധാരണ രീതിയിൽ അങ്ങനെയല്ലല്ലോ, ഇവിടെ മന്ത്രിമാർ തന്നെ രംഗത്തെത്തിക്കൊണ്ട് ഞങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ പറയുന്നില്ല. പക്ഷെ സ്വന്തം രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വൈദേശികത്വത്തിന്റെ ആ ഒരു എന്താണ് ഇത്രയും നാൾ ചുമന്നിരുന്ന ആ വിഴുപ്പെടുത്ത് കളയാൻ നമുക്ക് സമയമായി. അതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ കാണാം.